ഈ റൈഡ് കൊള്ളാട്ടല്ലോ. ആക്ച്വലി ഇത് എങ്ങോട്ടാ? പൂനമ്മാവിൽ ഇറച്ചി വെട്ടണ റോബിന്റെ കല്യാണമാണ് നാളെ. എന്ത് ആഘോഷമാണെങ്കിലും തലേന്ന് രാത്രിയാണ് അതിന്റെ ഒരു താരം. ഇറച്ചി വെട്ടി മുറിക്കുന്ന പോലാണോ കേക്ക് മുറിക്കുന്നത്? ഞാൻ കടയിലാണെന്ന് ഉറച്ചു. നമ്മളില്ലേ ചേട്ടോ കുടുക്കൂറണ്ടല്ലോ. അന്ന് ജഗ്ഗാരൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ആ വെള്ളപ്പൊക്ക സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് വഞ്ചി ഇങ്ങനെ തള്ളി 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 മലത്താണല്ലോ. എന്താണ് പറയുന്നത്? നീ ഒന്ന് പോടാ അവിടുന്ന്. ആ കഥയുടെ ഫ്ലോ കളഞ്ഞു. ആഹാ, എല്ലാരും ഭയങ്കര വർണ്ണശബളമാണല്ലോ. അടിപൊളി. എന്റെ അനിയനാണ് പാപ്പി. അത് മോനാണല്ലേ? അതെ അതെ. മോനാണോ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യണേ? അതെ. ഇടയിൽ അമ്പിയമ്മ കാണുന്നോലൊന്നുമല്ല. 73-ാം വയസ്സിൽ 10ാം ക്ലാസ് പാസ്സായ ആളാ. പേപ്പറിൽ ഫോട്ടോ ഒക്കെ വന്നിട്ടുണ്ട്. അത് ഇവള് കോപ്പി അടിച്ച് പാസ്സായതല്ലേ? പോയടി നീ മൊബൈലിൽ ചെളിയായെന്നും പറഞ്ഞ് തോട്ടില് വെള്ളത്തിൽ കഴിയവളല്ലേടി നീ. വെറുതെ വർത്താനം പറഞ്ഞ സമയം കളണ്ട് ഒരു ഇഷ്ടിക എടുത്ത് തലടിച്ച് വിളിക്കുന്നു. ഇവിടെ ഇഷ്ടിക എന്താണ് നീ എവിടെയായിരുന്നത്? അടിപൊളിയായിരുന്നട്ടാ. സൂപ്പറാണ്. പുതിയതാണ് ഇത് പാപ്പി. ഇയാളെ ലീവനാണോ? അതെ അതെ. എടാ മണവാളട്ടാ. കൊള്ളാല്ലേ? ഹലോ, ഞാനിപ്പോരാ. നിങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ. അത്തായിട്ട് തുടങ്ങിയ വട പാപ്പി. കറി ഒഴിച്ചിരുന്നു തിന്നോടനായിരുന്നു. കൊടലേറി നീ എന്റെ പുറകെ വിളമ്പി വന്നാ മതി. അത് ഞാൻ ഒഴി മനി ഇവിടെ ഒഴി. മറ്റേ കിടന്നോട് അവന്റെ വീട്ടിൽ ഞണ്ട് കറിയായതുകൊണ്ട് അവന് വരാൻ മടിയാണ്. എന്റെ വീട്ടില് പെണ്ടിക്കറിയാ. പിന്നെ ഞാൻ എന്ത് കിണ്ടിക്ക വീട്ടിലിരിക്കണ? കൈ മാറ്റടാ. എന്തെത്ര വിഷമം? ഇല്ല, ആ ചക്കൻ കറി വെച്ചപ്പോ കുറഞ്ഞു. ചേട്ടാ, ഇതിന്റെ മധ്യഭാഗത്ത് ഒഴിച്ച് കഴിക്കാൻ ഉരുളക്കിഴങ്ങ് കറി ഉണ്ടോ? പൊറകെ വരുന്നുണ്ടേ. ഒരു കിണർ കുഴിച്ചു വെച്ചു. ഇതൊരു തീറ്റ മത്സരമല്ല. കല്യാണ വീട്ടിൽ ഇന്ന് വരെ കേൾക്കാത്ത ഫ്രഷ് തമാശ. ആരാടാ പറഞ്ഞത്? ചേട്ടാ, കുറച്ച് കൊടലേറി. കൊടലെന്തിനാ? ഞാൻ നിനക്ക് എന്റെ കരള എന്നെ പറിച്ചു തരും. ഹനുമാനായിരുന്നെങ്കിൽ ഞാൻ എന്റെ നെഞ്ചി പുലർത്തി കാണിച്ചു തന്നെ. ഹനുമാന്റെ ഫിഗർ ഒക്കെ ഓക്കെ, പക്ഷേ കഴിവ്. മോൾ കുറച്ച് കൊടൽ ഒഴിക്കട്ടെ? വേണ്ട. വേണ്ടേ? വേണോ? എന്താ പേര്? നിഖില. പ്രിയമുള്ളവരെ, ഒരു സന്തോഷ വാർത്ത. ഈ കല്യാണ വീടിനെ അനുസരമാക്കാൻ ശ്രീ ശ്രീ ടെന്നി സെബാസ്റ്റ്യൻ നയിക്കുന്ന കരോക്കെ ഗാനമേള ഉടൻ ആരംഭിക്കുന്നു. പ്രിയമുള്ളവരെ, ആരും പിരിഞ്ഞു പോകരുത്. കരോക്കെ ഗാനമേള ഉടൻ ആരംഭിക്കുന്നു. കസ്തൂരി എന്റെ കസ്തൂരി അഴകിൻ ശിങ്കാരി കളിയാടാൻ വാ. പട്ടുടുത്ത് പൊട്ടുതൊട്ട് മുത്തുമാലയിട്ടൊരുങ്ങ് കസ്തൂരി. പണിക്ക് പോകില്ല. അഴകേ നിന്നിഴി നീ മണി കുളിരിൽ തൂവരുതേ. കരളേ നീ എന്റെ കിനാവിൽ മുത്തു പൊഴിക്കരുതേ. പരിഭവങ്ങളിൽ രാമകഥാഗാനലയം മംഗളമെൻ തമ്പുരുവിൽ പകരുക സാഗരമേ. ശ്രുതിലയ സാഗരമേ. സാഗേതം പാടുകയാ ഹേ രാമാ. ചേട്ടാ, കീച്ചിക്കോ?
കാതരയാ ശാരികയാ സാകേതം വയസ്സാകാലത്ത് ആറ്റുമായിട്ട് കല്യാണം കഴിക്കാന്ന് വെച്ചപ്പോ തീട്ട് തന്നെ മുടക്കൊടുവാൻ നീ ഫയർ ഡാൻസറിലാണ്. ലാലേട്ടന്റെ പാട്ടോടെ മാത്രമേ ഇവിടെ ആളുള്ളൂ. നമ്മുടെ മമ്മൂക്കാന്റെ പാട്ടോടെ ഇവിടെ ആരുമില്ലേ? മാനേ മധുര കരിമ്പ് മലർത്തേനെ മദന കുഴമ്പ് മാനേ മധുര കരിമ്പ് മലർത്തേനെ മദന കുഴമ്പ് ഒന്ന് വന്നാട്ട് തെല്ലു നിന്നാട്ട് നാണമെന്ത് ചൊല്ലു ചൊല്ലു നാവിറങ്ങിപ്പോയോ മാനേ മധുര കരിമ്പ് മലർത്തേനെ മദന കുഴമ്പ്. ഇവിടെ ഈ സമയത്ത് ഇങ്ങനെ ഒരു ചായക്കട ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എടാ ഇത് സാധാരണ ചായക്കടയല്ല, രാത്രി വലയിടുന്ന വള്ളക്കാർക്ക് വേണ്ടി മാത്രം തുറക്കണം. വെളുപ്പിന് 4 മണി വരെയൊക്കെ ഉണ്ട്. ഈ ഏഴിക്കാരിലെ മോചന്റെ പുട്ടും കട്ടിപ്പരപ്പും തിന്നാൻ അങ്ങ് അന്റാർട്ടിക്ക എന്നൊരു ആൾക്കാർ വഞ്ചിയും തൊഴിഞ്ഞ് ഇവരൊക്കെ മതി അനിയനാണ് പാപ്പി. പിടിച്ചോ, പപ്പടം മറന്നു. ലല്ലുവിനെ പോലെ ഉള്ളു തുറന്നൊന്ന് ചിരിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. ഈ പഠിപ്പിലൊന്നും ഒരു കാര്യമില്ല. പഠിപ്പൊക്കെ വേണോടാ, അതൊക്കെ നല്ല, ഒന്നും വെറുതെ അല്ലല്ല. ലല്ലു സ്കൂളിൽ നല്ലോണം പഠിച്ചോണ്ടിരുന്നല്ലേ, പിന്നെ എന്തോ ഇഷ്യൂ ഉണ്ടായപ്പോഴല്ലേ നിർത്തിയേ? എൻ്റെ ക്ലാസ്സിൽ എന്നെക്കാളും നന്നായി പഠിക്കുന്ന ഒരുത്തരുണ്ടായിരുന്നു, ഒരു വിശാൽ. ചെറുപ്പം മൂലം ഞാനും അവനും തമ്മിൽ പഠിക്കണ കാര്യത്തിൽ ഭയങ്കര മത്സരമായിരുന്നു. ഒരു ദിവസം സമയത്തിന് ഫീസ് അടച്ചില്ലെന്നും പറഞ്ഞ് അവനെ സ്കൂളിൽ നിന്ന് പുറത്താക്കി. ആ മണ്ടനാണെങ്കിൽ അതിൻ്റെ പേരിൽ ടെറസിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ആടി. കാശിൻ്റെ പേരിലൊരു ജീവിതം. കാശും പഠിപ്പും തമ്മിൽ എന്താ ബന്ധം? ദൈവങ്ങളുടെ പേരിലാണ് ഈ കണ്ട സ്കൂളും ആശുപത്രികളൊക്കെ. എന്നിട്ട് കഴുത്തറപ്പം കാശും വാങ്ങും. ദൈവത്തെ എന്തിനാണ് നമ്മുടെ കാശ്? അതിനാണോ ലല്ലു പഠിപ്പ് നിർത്തിയേ? ഇനി ആ സ്കൂളിൽ പോകണില്ലെന്ന് ഞാൻ അപ്പനോട് പറഞ്ഞു. അപ്പനെന്നെ വഴക്കുറയെന്നാണ് ഞാൻ വിചാരിച്ചത്. നിനക്ക് താല്പര്യമില്ലെങ്കിൽ നീ പോകണ്ടാ, നിനക്ക് ശരിയെന്ന് തോന്നുന്നു നീ ചെയ്താൽ മതി അപ്പം പറഞ്ഞു. നോ വേ, നമ്മുടെ അപ്പനോ? പിന്നെ എനിക്ക് വേറെ അപ്പനുണ്ട്. എടാ നിന്റെ കല്യാണക്കാര്യത്തിന് മാത്രമേ അപ്പനെന്നെ നിർബന്ധിച്ചുള്ളൂ, അറിയോ? അതിനിപ്പോൾ ലല്ലു ധൃതി പിടിക്കണ്ട. ലല്ലുവിന് ഇഷ്ടമുള്ള സ്പാർക്കുള്ള പെണ്ണിനെ ലല്ലു തന്നെ കണ്ടുപിടിച്ച് കിട്ടിയാൽ മതി. ലല്ലു ഹാപ്പി ആയിട്ടിരിക്കും. ഹാപ്പി ആയിരുന്നു ഇന്നലെ വരെ. എന്താടാ? ഒന്നുമില്ല. ലല്ലു, നവോദയയിൽ എൻ്റെ കൂടെ പഠിച്ച അനൂപിൻ്റെ ബ്രദറാണ് മുളവകാട് SI അഭിലാഷ് കരിക്കൻ. എന്നെ കാര്യമായി പുള്ളിക്ക്. ഞാൻ വിളിച്ചു പറയാം, ലല്ലു ഒന്ന് പോയി കണ്ടു നോക്ക്, എന്തെങ്കിലും വഴി പുള്ളി ഉണ്ടാക്കി തരും.